ഹലോ, എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് വീട്ടിലല്ല കേട്ടോ, ഞാൻ എൻ്റെ വല്യമ്മയുടെ മോളുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. തൃശ്ശൂർ തന്നെയാണ് കേട്ടോ, ചെറൂരാണ് വീട്. അപ്പോൾ ഇന്ന് എല്ലാവരും കൂടി അവിടെ കൂടാനായിട്ട് പോയതാണ് കേട്ടോ. ചേട്ടനൊക്കെ വന്നപ്പോൾ ചേച്ചി പറഞ്ഞു ഇങ്ങോട്ട് വായുമെന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പോയതാണ്. അന്നത്തെ ദിവസം അവിടെ കാവടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാമല്ലോ എന്ന് വെച്ചിട്ട് ഒരു വൈകുന്നേരത്തോട് കൂടിയിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇതാ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും കാണാനായിട്ട് നിൽക്കുകയാണ്. കുറച്ച് നേരം, അതായത് കുറേ നേരം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സന്ധ്യയൊക്കെ കഴിഞ്ഞപ്പോഴാണ് വീടിൻ്റെ മുമ്പിലേക്ക് എത്തിയത് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഞങ്ങളിപ്പോൾ വരും എന്ന് പറഞ്ഞ് നോക്കി നിന്നു. പിന്നെ കുറേ നേരം ഒന്നായിട്ട് കാണാണ്ടായപ്പോൾ മെല്ലെ പോയിട്ട് എന്താ പറയുക, കേക്കൊക്കെ കട്ട് ചെയ്യാലോ എന്നൊക്കെ വെച്ച് അകത്തേക്ക് പോയി. ന്യൂ ഇയറും ഒക്കെ അല്ലേ, ക്രിസ്മസും ന്യൂ ഇയറൊക്കെ. അപ്പോൾ ആ സമയത്ത് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. എൻ്റെ ശബ്ദം ഒന്നും കൂടി അടഞ്ഞതുകൊണ്ട് ഞാൻ വീഡിയോ ഇടാണ്ടിരുന്നതാണ്. അല്ല, ദാസമാമയുടെ ദാസമാമ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. അപ്പോൾ ഞാൻ ന്യൂ ഇയർ ആയിട്ട് ആദ്യമായിട്ട് ഇടുന്ന വീഡിയോ ആണത്. അപ്പോൾ ഇവർ ആരൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ അമ്മയുടെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് വല്യമ്മയാണ്, അച്ഛൻ്റെ ചേട്ടൻ്റെ വൈഫാണ് കേട്ടോ. പിന്നെ അപ്പുറത്ത് നിൽക്കുന്നത് ചെറിയച്ഛനാണ്, അച്ഛൻ്റെ അനിയൻ. പിന്നെ കേക്ക് മുറിച്ചത് അച്ഛൻ്റെ മൂത്ത ചേച്ചിയാണ്. രണ്ടാമത്തെ ചേച്ചിയുടെ മകളും ഹസ്ബൻഡും ആണ് കേട്ടോ. അത് പിന്നെ ബാക്കി എല്ലാവരെയും അറിയാമല്ലോ. അപ്പോൾ അവരൊക്കെയാണ്.
അപ്പോൾ നല്ല തകർത്തായിട്ടുള്ള ഒരു എന്താ പറയുക നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഞാനത് നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചെടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വല്ലാതെ ഇത് ഇങ്ങനെ ബോറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സോറി കേട്ടോ. നല്ല രസമായിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാനിത് ഇട്ടത്. ആദ്യമൊക്കെ സ്ലോ ആയിട്ട് അവസാനം കൊണ്ട് ഭയങ്കര സ്പീഡ് കൂടുമ്പോൾ നമുക്കും ഭയങ്കര ഒരു ആവേശമാണ് കേട്ടോ. നമുക്കിങ്ങനെ ഡാൻസൊക്കെ കളിക്കാനായിട്ട് തോന്നും. നല്ല രസമായിരുന്നു. പിന്നെ അച്ഛൻ്റെ ഫാമിലിയിൽ ഇത്ര പേരല്ലാട്ടോ ഉള്ളൂ, കുറേ പേരുണ്ട്. അതായത് അവർ തന്നെ 9 മക്കളാണ്. അപ്പോൾ കുറേ പേരൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഉള്ളവർ ഒന്ന് കൂടിയെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ വലിയച്ഛൻ്റെ മോള് ഇവിടെ ഇല്ല, പുറത്താണ്. അപ്പോൾ ചേച്ചി വന്നപ്പോൾ അങ്ങനെ അങ്ങനെ എല്ലാവരും കൂടി. അപ്പോൾ എന്നാൽ എല്ലാവരും ആയാലും ഒരു ചേട്ടനെ അങ്ങനെ കിട്ടില്ല, ചേച്ചീനെ അങ്ങനെ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൂടി കൂടിയത്. അപ്പോൾ അവരുടെ കുട്ടികളും ഒക്കെ ആയിട്ട് അങ്ങനെ കണ്ടിട്ടില്ല, കുട്ടികളെയൊന്നും ഇവർ കണ്ടിട്ടില്ല. അപ്പോൾ എല്ലാവരും കൂടി ഇതാണ് കേട്ടോ ചേച്ചി, വലിയച്ഛൻ്റെ മോള്. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി കുട്ടികൾക്കും ഭയങ്കര രസമായിരുന്നു. അവരും ഇതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കളികളൊക്കെ കഴിഞ്ഞു കുട്ടികളുടെ. പിന്നെ രാത്രി കുറച്ചധികം നേരമായി. അപ്പോൾ എല്ലാവരും കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. ഇതാണ് കേട്ടോ വല്യച്ഛൻ, അച്ഛൻ്റെ ചേട്ടൻ. അപ്പോൾ നേരത്തെ കേക്ക് മുറിക്കുമ്പോൾ വല്യച്ഛനെ കണ്ടില്ല, അതാണ് പരിചയപ്പെടുത്താതിരുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. വെജും നോൺ വെജും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയമ്മമാരൊന്നും നോൺ കഴിക്കില്ല, അപ്പോൾ അത് കാരണം വെജും ഉണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണത്തിൻ്റെ മാത്രമല്ല, നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുട്ടികൾക്കായാലും നമുക്കായാലും ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നമ്മളിങ്ങനെ ഇടയ്ക്ക് കൂടണം. അപ്പോൾ അത് എപ്പോൾ വേണമെങ്കിൽ എപ്പോഴായാലും കുറച്ച് സമയം ഇതിനായിട്ട് നമ്മൾ കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. ഞാനും കഴിച്ചു, കുട്ടികളൊക്കെ കഴിച്ചു. അപ്പോൾ എല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെയും പിന്നെ കുട്ടികളുടെ മാത്രമൊക്കെ ആയിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ രാത്രി എല്ലാവരും ഇറങ്ങി, തിരിച്ച് വീട്ടിലേക്ക് ഇറങ്ങി. അപ്പോൾ ഇന്ന് ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ, എത്ര പറഞ്ഞാലും മതിയാവില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയ നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.